ഗെയ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇതേ ഫാമിലി ആയിട്ട് ഇതേ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. വേറെ എവിടെയല്ല, പരിയാനംപറ്റ ക്ഷേത്രത്തേക്കാണ്. ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് കേട്ടോ. മുപ്പട്ട് വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മാസത്തിലെ ആദ്യത്തെ വരുന്ന വെള്ളിയാഴ്ച എന്നാണ് കേട്ടോ. അപ്പോൾ മുപ്പട്ട് വെള്ളിയാഴ്ച ദേവീ ക്ഷേത്രങ്ങളിൽ ഭയങ്കര വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പരിയാനംപറ്റ ക്ഷേത്രത്തേക്കാണ് കേട്ടോ. പൊതുവേ തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച തിരക്കായിരിക്കും. ഇന്ന് പാനയും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര തിരക്കാണ്. അതേപോലെ പൂമുടൽ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്കായിരുന്നു കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് അങ്ങനെ ഭഗവതിനെയൊക്കെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി. ഇന്ന് പ്രസാദം ഊട്ട് ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. മാമ്പഴമിട്ട പുളിശ്ശേരി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല സ്വാദം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് പാലക്കാട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ആർ ടി ഓഫീസിലേക്ക് ഒന്ന് പോകേണ്ടത് കൊണ്ട് ഞാനും കൂടെ പോയി കേട്ടോ. പിന്നെ ആർ ടി ഓഫീസിൽ പോയിട്ട് അരമണിക്കൂറായിട്ടും ഏട്ടനെ കാണാനില്ല. ഞാൻ കാറിൽ തന്നെ കുറച്ച് നേരം പോസ്റ്റായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നു. അതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസമായി ഒരു കാളാൻ കഴിച്ചിട്ട് കേട്ടോ. ഇത് പാലക്കാട് കോട്ടയുടെ അടുത്തുള്ള ഒരു കാളാൻ ഷോപ്പാണ്. അങ്ങനെ ഞാൻ ഏട്ടനെ ഓരോ കാളാൻ പറഞ്ഞു കേട്ടോ. സാധാ കാളാൻ തന്നെയാണ്, മുട്ടക്കാളാനൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാളാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഏട്ടനും. നല്ല ചൂടാണ് കേട്ടോ, വെയിൽ ഇതേ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-3:30 സമയമാണ് കേട്ടോ. ആ ചൂടത്ത് ഈ കാളാനും കൂടി കഴിച്ചപ്പോൾ ഒരുപാട് ചൂടായി തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കടയിൽ പോയി. ഏട്ടനൊരു ഷേക്ക് കഴിച്ചു, ഞാനൊരു അവിൽ മിൽക്കും കഴിച്ചു കേട്ടോ. നമ്മുടെ ബൂസ്റ്റപ്പ് ആയിട്ടോ, ഒരു കാണാനും ഒരു ജ്യൂസും കിട്ടിയപ്പോൾ നമ്മളാൾ ഉഷാറായി. പക്ഷേ വണ്ടിക്ക് നീങ്ങണമെങ്കിൽ നമ്മുടെ പെട്രോൾ വേണം കേട്ടോ. അങ്ങനെ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിച്ചു. പിന്നെ എൻ്റെ കണ്ണൻകുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിസ്സ വേണമെന്ന്. എൻ്റെ കണ്ണൻകുട്ടി ആദ്യമായിട്ടാണ് ഈ പിസ്സ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവന് ഈ കറുമ്പൻ സീരീസ് കണ്ടിട്ടാണ് ഈ പിസ്സ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കറുമ്പൻ സീരീസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും ഈ പിസ്സ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഈ പിസ്സ ഓർഡർ ചെയ്തു. ഒരു ചെറിയൊരു പിസ്സയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പിസ്സയും അതേപോലെ തന്നെ ബർഗറൊക്കെ കഴിച്ചൊരു ഇതുണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചു കേട്ടോ. എനിക്ക് അത്ര ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷേ ഏട്ടന് ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ അത് എങ്ങനെയൊക്കെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് അത് കഴിച്ചത് കേട്ടോ. കണ്ണൻകുട്ടിക്ക് പിസ്സ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പിസ്സ വാങ്ങിയത്. അങ്ങനെ അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടു നോക്കണേ. നല്ല എങ്ങനെയുണ്ട്? ഇഷ്ടായോ? പിന്നെ പീസ് കഴിക്കണേ. ഇതന്നെ പിസ്സ. പിന്നെ തിന്ന് നോക്കിയിട്ട് ഇതാണ് പിസ്സ. തിന്ന് നോക്കിയിട്ട് ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോയ പിസ്സ ഒരു കഷ്ണം പോലും കഴിച്ചില്ല. ലാസ്റ്റ് അത് നന്ദു അച്ചു ലച്ചുമായിട്ടാണ് കാര്യമാക്കിയത് കേട്ടോ. അവൻ കറുമ്പോൾ സീരീസിൽ കണ്ട പിസ്സ ഇതല്ല എന്നും പറഞ്ഞിട്ട് അവൻ തൊട്ടുപോലും നോക്കിയില്ല. എന്തായാലും കുട്ടികളുടെ ആഗ്രഹത്തിന് വാങ്ങി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പിസ്സ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.